Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ നല്ല കളർഫുൾ വെറൈറ്റിയിലുള്ള ഒരു പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ബീട്രൂട്ട് പൂരിയാണ്. ബീട്രൂട്ട് പൊതുവേ കുട്ടികൾക്കും വലിയവർക്കും അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ബീട്രൂട്ട്. എനിക്ക് പൊതുവേ ഇഷ്ടമില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എല്ലാവരും നന്നായി കഴിച്ചോളും. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് പോലും അറിയില്ല കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വീറ്റ് ഫ്ലോറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതുപോലെ ബീട്രൂട്ട് ഡെയിലി ഡയറ്റിൽ പെടുത്തുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇത് കഴിച്ചോളും. അതുപോലെ കുട്ടികളും നന്നായി കഴിച്ചോളും. അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ബീട്രൂട്ട് പൂരി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 2 ബീട്രൂട്ട്, ഒരു മീഡിയം ബീട്രൂട്ടാണ്, അത് അരിഞ്ഞിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ്. അപ്പോൾ ആദ്യം അതൊന്ന് നന്നായി വേവട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ പറയാം. അപ്പോൾ നമുക്കിത് വെന്തോ എന്ന് നോക്കാം. കണ്ടോ, നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. വെന്തോ നോക്കട്ടെ കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊന്ന് ചൂടാറണം കേട്ടോ, കുറച്ചൊന്ന് ചൂടാറണം. നല്ലോണം ചൂടാറിയില്ലെങ്കിലും കുറച്ചൊന്ന് ആ തിളച്ച പരുവത്തിൽ നിന്ന് മാറണം കേട്ടോ. എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ ബീട്രൂട്ട് വേവിച്ചത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി വെള്ളം പതുക്കെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് അതുപോലെ അത് ഒഴിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഈ ബീട്രൂട്ട് നമുക്ക് അരച്ചെടുക്കണം. അതുപോലെ ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, ഇത് അരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് ഇതിന് യൂസ് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മാവ് കുഴക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് ഉപ്പ് നമുക്ക് ഇതിൽ ഈ മാവിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമ്മളൊന്ന് മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ നന്നായി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഇത് പോരാത്ത നമ്മൾ വെള്ളം കൂടി ചേർക്കണം കേട്ടോ. നേരത്തെ നമ്മൾ മാറ്റി വെച്ച വെള്ളം ഉണ്ടോ, സ്ട്രെയിനറിൽ നിന്ന് മാറ്റി വെച്ച്, സ്ട്രെയിനറിൻ്റെ താഴെയുള്ള വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കുഴക്കട്ടെ. വെള്ളം ആവശ്യമുണ്ടെങ്കിലേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ട് അരച്ച് തന്നെ ധാരാളമായിരിക്കും. അത് നോക്കിയതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് ഒന്ന് കുഴച്ച് അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ബീട്രൂട്ടിൻ്റെ വെള്ളം അതും കൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ ബീട്രൂട്ട് പൂരിക്ക് വേണ്ടി മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാൻ പറഞ്ഞത്, ഇതൊരു 4 കപ്പ് പൊടിയാണ്, വീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വീറ്റ് ഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിത് മൂടി വയ്ക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമുക്കെടുത്ത് പരത്താം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം.
പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി ഞാൻ പരത്തുന്നത് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ബീട്രൂട്ട് പൂരി ഒന്ന് പരത്തി നോക്കാം. കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെ, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ കിച്ചണിലത്തെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ അധികം പണികളൊക്കെ ചെയ്യാറ്. പിന്നെ ഞങ്ങളിവിടെ അധികം ഫുഡ് കഴിക്കാൻ ഇരിക്കാറുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ രാത്രിയൊക്കെ ഡിന്നറിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാ കഥകളും പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത് അധികം സമയം. അപ്പോൾ ഇനി നമുക്ക് ഈ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൂരികൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കട്ടെ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. പൂരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പൂരികൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ വീറ്റ് പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീറ്റിൻ്റെ ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ടത് പറഞ്ഞത്. മൈദ അല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. ഇത് ബീട്രൂട്ട് കഴിക്കാൻ പൊതുവെ കുട്ടികൾക്കൊക്കെ മടിയാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഈ തരത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അപ്പോൾ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ എന്നും പറയാനുള്ളൂ, ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.